എന്തെങ്കിലും ചെയ്യാന്ന് ഞാൻ പറഞ്ഞതാണല്ലോ. സാർ എന്തെങ്കിലും ചോദിച്ചാ കൃഷ്ണ സംസാരിക്കുന്ന പോലെ സംസാരിച്ചോണം. മോളിക്കുട്ടിയെ, എന്താണ് ശബ്ദമൊന്നുമില്ലല്ലോ രണ്ടുപേരുടെയും? കൃഷ്ണ ചോദിക്കായിരുന്നു സാറേ, നേരത്തെ ചില അമ്പലങ്ങളിൽ പോണോന്ന് സാറ് പറഞ്ഞിരുന്നില്ലേ, അവിടെ ഒന്നും പോകുന്നില്ലേന്ന്. പിന്നെ പോലോ, പക്ഷെ അങ്ങനെ മോള് ചോദിക്കില്ലല്ലോ. പിന്നെ ഞാൻ നുണ പറഞ്ഞോ? മോക്ക് എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിലേ അത് മോള് നേരിട്ട് തന്നെ ചോദിക്കും. അതിന്റെ ഇടയിലേ ഒരാളെ ഇടിച്ചു കയറുന്ന ഏർപ്പാടൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ. അത് ഞാൻ പറഞ്ഞിട്ട് തന്നെയാ ചോദിച്ചത്. അച്ഛന് തിരക്ക് വല്ലതും ഉണ്ടെങ്കിൽ ഒഴിവാക്കിയാലോ എന്ന് വിചാരിച്ചിട്ട്. തൽക്കാലം എന്റെ മനസ്സിൽ ഒരു ചേഞ്ചും ഇല്ല. ഇനിയിപ്പോ മോൾ അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റാവുന്ന അത്ര അമ്പലങ്ങളിലൊക്കെ പോയിട്ട് തിരികെ പോയാൽ മതി. അമ്പലങ്ങളിൽ കയറുന്ന സമയം കൊണ്ട് എങ്ങനെയെങ്കിലും കൃഷ്ണനെ നമുക്ക് ഇങ്ങോട്ടേക്ക് വരുത്താം. അത് കഴിഞ്ഞിട്ട് ഗാഥകളരിക്കലേക്ക് തിരിച്ചു പോയിക്കോ. എനിക്ക് എല്ലാം കൂടെ ദേഷ്യം വരുന്നുണ്ട്. എന്നീ കാറിന് എടുത്ത് ചാട്. സാറിന് എന്തെങ്കിലും സംശയം തോന്നിയാൽ തീർന്നു. മോളെ, ഇത്തവണ വിഷു ബമ്പർ എത്ര എണ്ണം എടുത്തേ? കേട്ടില്ലേ മോളെ? കേട്ടു. നമ്മൾ ആ ഭാഗ്യശ്രീ ഏജൻസിയിൽ പോയെടുത്തത് 250 എണ്ണം, പിന്നെ ഭഗവതി ഏജൻസിയിൽ നിന്ന് ഒരു 150, അങ്ങനെ മൊത്തം 400 എണ്ണം അല്ലേ കൃഷ്ണേ? ഇപ്പൊ എത്ര ശതമാനം മോളെ ടിക്കറ്റിന്റെ കമ്മീഷൻ? അതാർക്കാ അറിയാത്തത് സാറേ, ടിക്കറ്റിന്റെ കമ്മീഷൻ 10%. ഇതെന്താ മോളോട് ചോദിക്കുന്നൊക്കെ? മോള് കുട്ടിയാണല്ലോ ഉത്തരം പറയുന്നത്. അത്രയും ക്ഷീണമാണോ മോൾക്ക്? എനിക്ക് ക്ഷീണമൊന്നുമില്ല. ചോദിക്കുമ്പോ ഇവള് കയറി ചാടി പറയല്ലേ. അക്കാര്യത്തില് മോളിക്കുട്ടി ആള് ബെസ്റ്റാ. പ്രത്യേകിച്ച് ഒരു കാരണവും വേണ്ട, ഇടയ്ക്ക് ചാടി കയറി അങ്ങ് പറഞ്ഞോളൂ. ഓടിക്കുന്നത് ഓട്ടോ അല്ലേ സാറേ? ഈ ട്രാഫിക് ഒരിക്കൽ നിൽക്കുമ്പോഴേ രണ്ടുപേര് കൈകെട്ടി നിൽക്കുന്നതിനിടയിലൂടെ കയറുന്നതാ ശീലം. അത് നേരാ, അത് കിടക്കി. മോളെ, എന്തെങ്കിലും കുടിക്കാനോ കഴിക്കാനോ വേണമെന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. നമുക്ക് എവിടെയെങ്കിലും വണ്ടി നിർത്താം. ഇപ്പൊന്നും വേണ്ട, പോയിക്കോളൂ. എന്റെ പൊന്ന് സാറേ, അമ്പലത്തിന്റെ കാര്യം ഇവളോട് പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ ഇവള് പട്ടിണി കിടക്കാൻ മാത്രമല്ല, കൂടെയുള്ള ആളെ പട്ടിണി കിടത്തുകയും ചെയ്യും. ദൈവവിചാരമുള്ള കുഞ്ഞല്ലേ, അതുകൊണ്ട് അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല മോളിക്കുട്ടി. അങ്ങനെ ഞാൻ പറഞ്ഞിരുന്ന ആ വിശാലമായ ക്ഷേത്രം എത്തി. നമുക്ക് ആദ്യം ഇവിടെ കയറി തൊഴാം. വാ. കൃഷ്ണ ഉടനെ വരും. ക്ഷേത്രത്തിനകത്ത് കയറിയാൽ പെട്ടെന്ന് ഇറങ്ങാനൊന്നും നിൽക്കണ്ട. ഇനിയും സമയമുണ്ട് കൃഷ്ണ എത്താൻ. അവൾക്കൊരവസരം കിട്ടിയതല്ലേ, അതവള് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അല്ല, ഇന്ന് രണ്ടുപേർക്കും സ്വകാര്യം കൂടുതലാണല്ലോ. എന്താ കാര്യം മോളെ? ഒന്നുമില്ല. ആരാ കുഴപ്പം? മോളാണോ അതോ മോളിക്കുട്ടിയോ? രണ്ടുപേർക്കും ഒരു കുഴപ്പമില്ല സാർ. പിന്നെ എന്താ പ്രശ്നം നിങ്ങളുടെ? ഇറങ്ങി വാ. അച്ഛനും അമ്മയും ഒതുങ്ങിയപ്പോ മോള് തുടങ്ങിയിരിക്കാണോ? ആഹാ, കണിക്കുള്ള സാധനങ്ങളൊക്കെ മോൾ എടുത്തു വെച്ച് കഴിഞ്ഞോ? എല്ലാം അവിടെ ഇവിടെ ആയിട്ട് ഇരിക്കുവായിരുന്നു അമ്മേ. ഒന്നിച്ചെല്ലാം കൂടെ എടുത്തു വെച്ചാ സൗകര്യമായിരിക്കുമല്ലോ. എല്ലാം ശരിയാണോ നോക്കേ. സത്യം പറഞ്ഞ ഞാൻ കണി തയ്യാറാക്കുമ്പോ ഇടയ്ക്ക് എന്തെങ്കിലും ഒക്കെ ഒന്ന് മറക്കും. മുത്തശ്ശിയോ നന്ദേട്ടനോ വന്ന് ചോദിക്കുമ്പോഴാണ് ഞാൻ ഓർക്കുക. എന്താ അവിടെ? കണ്ടോ അമ്മേ, ആരോടും ചോദിക്കാതെ കണി കാണാനുള്ള സാധനങ്ങളൊക്കെ കൃത്യമായി എടുത്തു വെച്ചിട്ടുണ്ട് ഗാഥമോള്.
ചില സമയത്ത് കുട്ടി അത്ഭുതങ്ങൾ കാണിക്കുക. സിത്താര ശ്രീനിവാസന്റെ കൂടെ ജീവിക്കുന്ന കുട്ടിയെ അല്ലാന്ന് തോന്നും. ആ അത് തന്നെയല്ലേ ഞങ്ങളും പറഞ്ഞത്. പൊടി അവിടുന്ന് പോകാൻ. ലോക്ക് എടുത്തതുകൊണ്ടല്ലേ ഇതിലേക്ക് കോള് വന്നത്? കോള് വന്നിട്ടില്ല. ആ എന്നാ കേട്ടോ. ദാ. ആ മോളെ, ഹലോ മോളെ, എന്തു പറ്റി മോളെ? ഹലോ മോളെ, കേട്ടല്ലോ. ഇപ്പൊ എല്ലാവർക്കും സംശയം മാറിയില്ലേ? അമ്മേ, ഇത് കുറച്ച് കഷ്ടാണ് കേട്ടോ. ആ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. അവിടെ നിക്ക് നിർമ്മലേ. ഇനി ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് ദേ എന്റെ മുമ്പിലേക്ക് വന്നു പോരുത്. ഏതായാലും മത്സരത്തിൽ നിങ്ങൾ തോറ്റല്ലോ. 3 പേരും പറഞ്ഞ പണിയങ്ങ് ചെയ്താ മതി. അതെങ്ങനെ തോറ്റു? അവള് ലോക്ക് ഓൺ ചെയ്തു. അമ്മായിക്ക് എങ്ങനെ അറിയാം? ലോക്ക് എടുത്തില്ലെങ്കിലും അതിലേക്ക് കോള് വരും. കോള് എടുക്കുകയും ചെയ്യാം. ഞാൻ നന്ദേട്ടനെ അമ്മയെ ഇങ്ങോട്ട് വിളിക്കണോ? മിക്കവാറും ഈ വിഷു ഇവിടെ ആഘോഷിക്കില്ലെന്നാ എനിക്ക് തോന്നുന്നത്.